الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള അതിമഹത്തായ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് നമ്മുടെ കേൾവിയും കാഴ്ചശേഷിയുമൊക്കെ. അവയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ അതിൻ്റെ വില നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ മക്കളെയും ഇണകളെയും ഒന്നും നമുക്ക് കാണുവാനും അവരുടെ ശബ്ദം കേൾക്കുവാനും ഒന്നും സാധിക്കാത്ത അവസ്ഥ. എന്തിനേറെ പടച്ച റബ്ബിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുവാനോ അത് നോക്കിക്കണ്ട് ഓതുവാനോ അത് ഓതുന്നത് കേൾക്കുവാനോ കഴിയാത്ത ഒരു അവസ്ഥ. പള്ളിയിൽ നിന്നുള്ള ബാങ്കുലികൾ കേൾക്കുവാൻ സാധിക്കാത്ത കാത്, നമസ്കാരത്തിൽ ആരുടെയെങ്കിലുമൊക്കെ ചലനങ്ങൾ കണ്ട് നമ്മൾ ഇമാമിനെ തുടരേണ്ടതിന് പകരം അവിടെയുള്ള റുക്കൂഉം സുജൂദും ഒക്കെ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ എത്രമാത്രം വേദന നിറഞ്ഞതായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതേപോലെ തന്നെ ദീനിയായ ഉത്ബോധനങ്ങൾ കേൾക്കാൻ
ഒന്നും കാണാനും കേൾക്കുവാനും കഴിയാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് ഈ ദുനിയാവിലെ വലിയ ഒരു ദുരന്തമാണ്, അല്ലെങ്കിൽ ഒരു ഇടുക്കമാണ്. അള്ളാഹു നമ്മുടെ കാഴ്ചയെയും കേൾവിയെയും ഒക്കെ പടച്ചറബ് പൊരുത്തപ്പെടുന്ന നന്മയിലൂടെ വിനിയോഗിക്കാനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കണ്ണിന്റെയും കാതിന്റെയും ഒക്കെ ചെറിയ വേദനകളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോഴേക്ക് ചികിത്സിക്കുവാൻ വേണ്ടി പൈസ പോലും നമ്മൾ കടം വാങ്ങി അത് എത്രമാത്രം സംഖ്യയാണ് എന്ന് അത് മൈൻഡ് ചെയ്യാതെ അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും അവയുള്ളപ്പോൾ അതിന്റെ വില നമുക്കറിയുവാനോ ആ നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കുവാനോ മഹാഭൂരിപക്ഷം ആളുകൾക്കും സാധിക്കാറില്ല എന്നതാണ് വസ്തുത. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുണർത്തിയതാണ് പടച്ചറബിന്റെ ഈ നിഅമത്തുകളെ സംബന്ധിച്ച്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിൽ നിന്ന്, ഉദരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ സന്ദർഭത്തിൽ ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് യാതൊന്നും അറിയുമായിരുന്നില്ല. വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാർ വൽ അഫ്ഇദ. അല്ലാഹു നിങ്ങൾക്ക് കേൾവിയും കാഴ്ചശേഷിയും അതേപോലെ മനനം ചെയ്യുവാനുമുള്ള കഴിവുമൊക്കെ നൽകി. അതിലൂടെയാണ് നിങ്ങൾ പലതും പിന്നീട് പഠിച്ച് മനസ്സിലാക്കിയത്. ലഅല്ലക്കും തഷ്കുറൂൻ. ഇതെല്ലാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ പടച്ചറബിനോട് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അറിവിന്റെ വാതിലകളായി നമുക്ക് കണ്ണിനെയും കാതിനെയും ഒക്കെ സംവിധാനിച്ച പടച്ചറബ്, അതില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഒന്നും അറിയാത്ത ആളുകളായിരിക്കും. തുടർന്ന് ഖുർആൻ പറയുന്ന 16-ാം അധ്യായം സൂറത്തു നഹലിലെ 78 മുതലുള്ള താഴേക്ക് വരുന്ന ആയത്തുകളിലൊക്കെ തുടർന്നല്ല പറഞ്ഞത് ഭൗതിക ലോകത്തെ അത്ഭുതങ്ങൾ, ദൃഷ്ടാന്തങ്ങളാണ്. ആ കണ്ണുപയോഗിച്ച് കാതുപയോഗിച്ച് ഇവയെല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കുവാൻ നാം ഉപയോഗിക്കണം എന്നാണ് പരിശുദ്ധ ഖുർആൻ അത് പറഞ്ഞതിന്റെ താല്പര്യം. ഏത് നിഅമത്തുകളെ കുറിച്ചും ചോദ്യമുണ്ടാകും, വിചാരണയുണ്ടാകും എന്നത് ഇസ്ലാമിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ചെറിയ സൂറത്തുകളിലൂടെ തന്നെ നമ്മളെ പഠിപ്പിച്ചു. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, സുഖങ്ങളുണ്ടോ, ആസ്വാദനങ്ങളുണ്ടോ, അതിനെക്കുറിച്ചെല്ലാം ഡെഫിനറ്റ്ലി, ഉറപ്പായും നമ്മളോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്നാൽ ഇവയെ സംബന്ധിച്ച് പ്രത്യേകം അല്ലാഹു പറഞ്ഞു. അതാണ് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലെ 36-ാമത്തെ വചനം. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. നിനക്ക് വ്യക്തമായ അറിവില്ലാത്ത ഒന്നിന്റെയും പിന്നാലെ നീ പോകരുത്. വാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, നാട്ടുകാരൊക്കെ അങ്ങനെയാണ്, എന്റെ കൂടെയുള്ള ആളുകളൊക്കെ അങ്ങനെയാ പറയുന്നത് എന്നതിന്റെ പിന്നാലെ അന്ധമായി നാൽക്കാലികളെ പോലെ നിങ്ങൾ മുന്നിൽ പോകുന്നവരുടെ പിന്നാലെ കണ്ണും പൂട്ടി അങ്ങനെ പോകരുത്. മറിച്ച് ഇന്നസ്സംഅ വൽ ബസറ വൽ ഫുആദ. പടച്ചറബ് നമുക്ക് നൽകിയിട്ടുള്ള കേൾവി ശക്തി, അതേപോലെ കാഴ്ചശേഷി, ചിന്തിക്കുവാനുള്ള കഴിവ് അഥവാ നമ്മുടെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. ഇവയെക്കുറിച്ചെല്ലാം തീർച്ചയായും നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് ഖുർആൻ അവിടെയും ഉണർത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്ർ ദുആകൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇവയുടെ കാര്യത്തിൽ പ്രത്യേകം ഒരു പരിഗണനയും ശ്രദ്ധയും അതിൽ കാണുവാൻ സാധിക്കും. സുബ്ഹ് നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലാറുണ്ടായിരുന്ന ഒരു ദിക്റുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്കൊക്കെ പാഠമാകേണ്ട സംഗതിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇൻദമാ ബാത ഇൻദ ഖാലതിഹി മൈമൂന. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതൃ സഹോദരിയായ മൈമൂന റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അദ്ദേഹം കുട്ടിയായിരിക്കെ ഒന്ന് രാപ്പാർക്കുവാൻ വേണ്ടി വിരുന്നിന് പോയി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആ രാത്രി കഴിച്ചുകൂട്ടി. പ്രഭാതത്തിൽ ഫഅദ്ദനൽ മുഅദ്ദിൻ, പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുത്തപ്പോൾ ഫഖറജ ഇല സ്വലാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടി പള്ളിയിലേക്ക് പോവുകയാണ്. പള്ളിയോട് ചേർന്നുള്ള ഹുജറാത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒരു സംഗതിയാണ്. ആ പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു, വഹുവ യഖൂൽ അല്ലാഹുമ്മ ജഅൽ ഫീ ഖൽബി നൂറാ. അല്ലാഹുവേ, എന്റെ ഹൃദയത്തിൽ നീ പ്രകാശം നിറയ്ക്കണമേ. വഫീ ലിസാനി നൂറാ, എന്റെ നാവിൽ നീ വെളിച്ചം നിശ്ചയിച്ചു തരണമേ.
വജ്അൽ ഫീ സംഇ നൂറ, എന്റെ കാതിൽ നീ നിന്റെ പ്രകാശം നീ ചൊരിയണമേ. വജ്അൽ ഫീ ബസ്വരി നൂറ, എന്റെ കണ്ണിലും. അപ്പൊ ഞാൻ കാണുന്ന ഇടങ്ങളിൽ, ഞാൻ കേൾക്കുന്ന കാര്യങ്ങളിൽ, ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ, ഞാൻ ആലോചിക്കുന്ന ചിന്തിക്കുന്ന വിഷയത്തിലൊക്കെ പടച്ച റബ്ബേ നിന്നിൽ നിന്നുള്ള പ്രകാശം നീ ചൊരിഞ്ഞു തരണമേ എന്നാണ് ആ പറയുന്ന പ്രാർത്ഥനയിലുള്ളത്. അവിടെ കാതിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞു, അതേപോലെ കണ്ണിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞു, നാവിനെ സംബന്ധിച്ച് പ്രത്യേകം പറഞ്ഞു. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആകളിൽ പെട്ടതാണ് ഷർറുകളിൽ നിന്ന് രക്ഷ തേടുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഷർറുകളിൽ നിന്ന്, ഇത് അനുഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് ഏറ്റവും വലിയ ദുരന്തമായി ഭവിക്കുന്ന അവസ്ഥകളും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ശക്ൽ ഇബ്നു ഹുമൈദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ അല്ലിംനി ദുആഅൻ, എനിക്കൊരു ദുആ അങ്ങ് പഠിപ്പിച്ചു തരണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഖുൽ, നീ പ്രാർത്ഥിക്കേണ്ടത് പറയേണ്ടത് ഇങ്ങനെയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ശർരി സംഇ, എന്റെ കേൾവിയുടെ എല്ലാ കെടുതികളിൽ നിന്നും ഷർറുകളിൽ നിന്നും പടച്ചവന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. വമിൻ ശർരി ബസ്വരി, എന്റെ കണ്ണിന്റെ എല്ലാ ഷർറുകളിൽ നിന്നും പടച്ച റബ്ബേ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുകയാണ്. വമിൻ ശർരി ലിസാനി, എന്റെ നാവിന്റെ ഷർറുകളിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വമിൻ ശർരി ഖൽബി, എന്റെ മനസ്സിന്റെ ഷർറുകളിൽ നിന്ന്. വമിൻ ശർരി മനീയി, എന്റെ ബീജത്തിന്റെ ഷർറുകളിൽ നിന്ന്, ഹറാമുകളിൽ വിനിയോഗിക്കുന്നതിൽ നിന്ന് എല്ലാം പടച്ച റബ്ബിനോട് കാവലിനെ ചോദിക്കുകയാണ്. ഷർറുകളിൽ നിന്ന് അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, മാ യഖഉ ഫീഹി മിനൽ മുഹറമാത്ത്, ഈ പറഞ്ഞ കണ്ണും കാതും നാവും ഹൃദയവും അതേപോലെ ലൈംഗിക അവയവങ്ങളും ഒക്കെ ഹറാമുകളിൽ വിനിയോഗിക്കുന്നതിൽ നിന്ന്, അത് ഏറ്റവും വലിയ ഷർറാണല്ലോ. അതുകൊണ്ട് പടച്ച റബ്ബിനോട് കാവലിനെ ചോദിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ സ്വഹാബത്തിന് അത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതൊക്കെ രീതിയിൽ നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് കളവിന് കൂട്ടു നിൽക്കേണ്ടി വരാറുണ്ട്. അതേപോലെ തന്നെ കാതുകൊണ്ട് കള്ളസാക്ഷ്യം കേട്ട് അത് കളവാണ് എന്ന് അറിഞ്ഞിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, അതേപോലെ കുഫറിന്റെ സംസാരം നാവുകൊണ്ട് സംസാരിക്കുന്ന, കുഫറിന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് അതിന് കാതുകൊടുക്കുന്ന ആളുകൾ, ഇസ്ലാമിന്റെ ആശയാദർശങ്ങളെ പരിഹസിക്കുകയും കളിയാക്കുകയും കോട്ടിമാട്ടുകയും ചെയ്യുന്ന ബിദ്അത്തിന്റെ ആളുകൾക്ക് കാതുകൊടുക്കുന്ന ആളുകൾ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിന്റെ വചനങ്ങൾ, പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെയും ആശയങ്ങളെയും അള്ളാഹുവിനെ തന്നെയും പ്രവാചകനെ തന്നെയും കളവാക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന സദസ്സുകളിൽ നിങ്ങൾ ഇരിക്കരുത്, കേൾക്കരുത് എന്നാണത്. അഥവാ തിന്മകൾ നിങ്ങളുടെ മനസ്സുകളിൽ ദുസ്വാധീനം ചെലുത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയ വചനങ്ങളുണ്ട്. സലഫുസ്സാലിഹീങ്ങൾ ആ വിഷയത്തിൽ ഗൗരവതരമായ താക്കീത് നൽകിയിട്ടുണ്ട്. അതേപോലെ ഗീബത്തുകളും നമീമത്തുകളുമായി നമ്മുടെ അടുക്കലേക്ക് പലതും സംസാരങ്ങളായി വരുമ്പോൾ അതിന് നമ്മൾ കാതുകൊടുത്താൽ, ദീനിനെ പരിഹസിക്കുവാൻ നമ്മൾ കൂടിയിട്ടില്ലെങ്കിലും അത് പറയുമ്പോൾ അത് ചിരിച്ചു കൊടുത്താൽ, അതൊക്കെ കാതുകൊണ്ട് സംഭവിക്കുന്ന വലിയ ഷർറുകളാണ്, ദുരന്തങ്ങളാണ് എന്നുള്ള കാര്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ നിഅമത്തുകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഉ ഫയഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ദുആ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലാഹുമ്മ മത്തിഅനി ബിസംഇ, അല്ലാഹുവേ എന്റെ കേൾവിയെ എനിക്ക് ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ, അതിൽ യാതൊരു അബദ്ധങ്ങളും അപാകതകളും വരാതെ നീ നിലനിർത്തി തരയണമേ എന്നർത്ഥം. വബസ്വരി, എന്റെ കണ്ണിനെയും, എന്റെ കണ്ണും കാതും എനിക്ക് അനുഭവിക്കാൻ, ആസ്വദിക്കാൻ, ആയുസ്സുള്ളിടത്തോളം കാലം അത് അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും നീ തൗഫീക്ക് നൽകണേ എന്ന പ്രാർത്ഥന. ഇവ നമുക്ക് പരലോകത്തൊരു ഭാരവും പടച്ചറബിന്റെ മുന്നിൽ കുറ്റകരവുമാകാതിരിക്കാൻ അള്ളാഹു ഇവയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു തന്ന മതപരമായ വിധിവിലക്കുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ആ വിധിവിലക്കുകൾ പാലിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഈ കണ്ണില്ലാതിരുന്നതാണ് എനിക്ക് ഹൈറ് എന്ന് ചിലപ്പോൾ പരലോകത്ത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഈ കാത് എനിക്ക് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് അവിടെ വെച്ച് നമ്മൾ വിലപിക്കേണ്ടുന്ന അവസ്ഥ വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ വലിയ നിഅമത്ത് പരലോകത്ത് നമുക്കൊരു ഭാരമായി, ഒരു വിലങ്ങുതടിയായി മാറാതിരിക്കാൻ
അവയുമായി ബന്ധപ്പെട്ട് അള്ളാഹുവും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒന്നാമതായി കേൾവിയെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ. പലപ്പോഴും നമ്മൾ ആയത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും, ആദ്യം കേൾവിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിന്റെ പല യുക്തിയും ന്യായങ്ങളും പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതല്ല നമ്മുടെ വിഷയം. കണ്ണിനേക്കാൾ മുമ്പ് കാതിനെ സംബന്ധിച്ചാണ് അള്ളാഹ് പറഞ്ഞത്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലുമൊക്കെ ഇന്ന സമഅ വൽ ബസർ, പല ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാലും സമഅനെയാണ് ഒന്നാമതായി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മളും കാതുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ, മതവിധികൾ, അതാണ് ഇൻഷാ അല്ലാഹ് പറയുവാൻ ആഗ്രഹിക്കുന്നത്. പടച്ച റബ്ബിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ചെവി കൊടുത്ത് അത് ശ്രദ്ധിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട് ഖുർആനിലൂടെ തന്നെ. وَإِذَا قُرِئَ الْقُرْآنُ فَاسْتَمِعُوا لَهُ وَأَنصِتُوا لَعَلَّكُمْ تُرْحَمُونَ. വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഓതപ്പെട്ടാൽ, ഖുർആൻ പാരായണം നിങ്ങൾ കേട്ടാൽ, ഫസ്തമിഉ ലഹു, അതിന് നിങ്ങൾ ശ്രദ്ധാപൂർവം കാതുകൊടുക്കണം. വഅൻസിതു, നിങ്ങൾ മൗനം അവലംബിക്കണം, ഒച്ചയുണ്ടാക്കരുത്. ലഅല്ലക്കും തുർഹമൂൻ, പടച്ചറബിന്റെ പ്രത്യേകമായ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടാൻ. അപ്പൊ പരിശുദ്ധ ഖുർആൻ ഓതലും പുണ്യമുള്ളതാണ്, ഓത്ത് കേൾക്കലും പുണ്യമുള്ള കാര്യമാണ്. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 204-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ശ്രദ്ധേയമായ ചില വാചകങ്ങളുണ്ട്. ഹാദൽ അംറു ആമുൻ ഫീ കുല്ലി മൻ സമിഅ കിതാബല്ലാഹി യുത്ല. അല്ലാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യപ്പെടുന്നത് കേൾക്കുന്ന എല്ലാവർക്കുമുള്ള പൊതുവായ അല്ലാഹുവിന്റെ ഒരു കൽപ്പനയാണ്, നിർദ്ദേശമാണിത്. ഫഇന്നഹു മഅ്മൂറുൻ ബിൽ ഇസ്തിമാഇ ലഹു വൽ ഇൻസാത്. രണ്ട് മര്യാദകൾ അതിനോടുണ്ട്. ഒന്ന്, ശ്രദ്ധിച്ച് കേൾക്കണം. രണ്ട്, മൗനം അവലംബിക്കണം, ഒച്ചയും ബഹളവും ഉണ്ടാക്കരുത് ഖുർആൻ ഓതുന്നിടത്ത്. വൽ ഫർഖു ബൈനൽ ഇസ്തിമാഅ വൽ ഇൻസാത്. എന്താണ് ഇസ്തിമാഉം എന്താണ് ഇൻസാത്തും തമ്മിലുള്ള വ്യത്യാസം? അഥവാ ശ്രദ്ധിച്ച് കേൾക്കണം, ഒച്ചയുണ്ടാക്കരുത്, നിശബ്ദമാകണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അന്നൽ ഇൻസാത ഫിൽ ലാഹിർ, നിശബ്ദമാകണം, ഒച്ചയുണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ ഇൻസാത്ത്, അതിന്റെ ഉദ്ദേശം ബാഹ്യമായി ബിതർക്കി തഹദ്ദുസി അവിൽ ഇസ്തിഗാലി ബിമാ യുശ്തിലു അൻ ഇസ്തിമാഇ, ഖുർആൻ ശ്രദ്ധിക്കുന്നതിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന വർത്തമാനങ്ങൾ, അതേപോലെ മറ്റേതെങ്കിലും പണികൾ, അതിലേക്ക് പോകരുത്. ബാഹ്യമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഖുർആൻ ഓതുമ്പോൾ മൗനം ദീക്ഷിക്കുക എന്നൊരു കാര്യം. വഅമ്മൽ ഇസ്തിമാഉ ലഹു, എന്നാൽ അതിന് ചെവി കൊടുക്കണം, ശ്രദ്ധയോടെ കേൾക്കണം എന്ന് പറഞ്ഞാൽ ഫഹുവ അൻ യുൽഖിയ സമഅഹു വയുഹ്ളിറ ഖൽബഹു വയതദബ്ബറ മാ യസ്തമി. കേൾക്കുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ആലോചനയും മനസ്സുകൂടി കൊടുത്തുകൊണ്ട് അത് ശ്രദ്ധിച്ച് കേൾക്കുവാനും ആ പറഞ്ഞ ആശയങ്ങളെ കുറിച്ച് ആലോചിക്കുവാനും ഒക്കെയുള്ള ഒരു മാനസികമായി ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ടുള്ള ഒരു കേൾവിയാണ് അവിടെ പറഞ്ഞത്, ഇസ്തിമാ. ഫഇന്ന മൻ ലാസമ അലാ ഹാദൈനിൽ അംറൈൻ, ഈ രണ്ട് കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്ന സന്ദർഭങ്ങളിൽ ആരെങ്കിലും കൃത്യമായി പാലിച്ച് ശ്രദ്ധിച്ചു പോന്നാൽ ഫഇന്നഹു യനാലു ഖൈറൻ കസീറൻ വഇൽമൻ ഗസീറ. അദ്ദേഹം വിശദീകരിക്കാൻ, ധാരാളം ഖൈറാത്തുകൾ അവർക്ക് കിട്ടും, ധാരാളം ഇൽമ അവർക്ക് നേടുവാൻ സാധിക്കും. അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രഹിച്ച് അതിന്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ച് മൗനം ദീക്ഷിച്ച് കണ്ണും കാതും കൽബുമൊക്കെ അതിലേക്ക് തിരിച്ചു വെച്ചാൽ വഈമാനൻ മുസ്തമിറൻ മുതജദ്ദിദ, അവരുടെ ഈമാൻ ശക്തമായി പുതിയതായി അത് അവരിൽ കരുപിടിച്ച് ശക്തി ആർജിച്ചു കൊണ്ടിരിക്കും. ആ ഈമാൻ ഇളകിപ്പോകാത്ത രീതിയിൽ വഹുദൻ മുതസായിദ, സന്മാർഗത്തിൽ വർധനവുണ്ടാവും, അവർക്ക് നന്മയിലൂടെ മുന്നേറുവാനുള്ള തൗഫീഖ് ഉണ്ടാകും. അതേപോലെ തന്നെ വബസീറതൻ ഫീ ദീനി, അള്ളാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ അറിവും ഉൾക്കാഴ്ചയും ഉണ്ടാകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞത്? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടാൻ എന്ന് പ്രത്യേകം പറഞ്ഞത്. നേരെ മറിച്ച് ഖുർആൻ ഓതാൻ തന്നെ നമുക്ക് നേരമില്ല. നന്നായി ഓതുന്ന സന്ദർഭത്തിൽ ചെവി കൊടുക്കുവാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ അന്നഹു മഹ്റൂമുൻ ഹല്ലം മിനർ റഹ്മ, പടച്ചറബിന്റെ റഹ്മത്തിന്റെ വലിയൊരു വിഹിതം അയാൾ വേണ്ട എന്ന് വെക്കുകയാണ്. ഹതഭാഗ്യനാണ്, ദരിദ്രനാണ്, അല്ലെങ്കിൽ നഷ്ടക്കാരനാണ്. അതുപോലെ തന്നെ
ഖദ് ഫാതഹു ഖൈറുൻ കസീർ, ധാരാളക്കണക്കിന് നന്മകൾ, അയാളുടെ കാതിലൂടെ അയാൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്ന പുണ്യങ്ങൾ അയാൾ വേണ്ട എന്ന് വെക്കുകയാണ്. വിശിഷ്യ ശ്രദ്ധയോടെ ഖുർആൻ കേൾക്കുവാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുള്ള രംഗമാണ് ഫിസ് സ്വലാത്തിൽ ജഹരിയ, ഇമാം ഉറക്കെ ഓതി നമസ്കരിക്കുന്ന നമസ്കാരങ്ങൾ. ആ നമസ്കാരത്തിൽ ഇദാ ഖറഅ ഇമാമുഹു, നമ്മുടെ ഇമാമ് ഉറക്കെ ഓതുമ്പോൾ ആ നമസ്കാരത്തിൽ ഫഇന്നഹു മഅ്മൂറുൻ ബിൽ ഇൻസാത്ത്, മൗനം അവലംബിച്ചുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഖുർആൻ കേട്ടു നിൽക്കണമെന്നാണ്. അതുകൊണ്ട് ആ ഖുർആനിനോടുള്ള ബാധ്യത നമ്മൾ പാലിക്കണം. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിച്ചിട്ടുള്ളത് ഇമാമിനെ ഫോളോ ചെയ്യാനാണ്, പിൻപറ്റുവാനാണ്. വഇദാ ഖറഅ ഫഅൻസിതു, അതുകൊണ്ട് ഇമാം ഓതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് മൗനം അവലംബിച്ച് അത് കേട്ടു നിൽക്കണം എന്ന് പറയുന്ന ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ശത്രുക്കൾ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുകൾ ഓതിക്കൊടുക്കുമ്പോൾ അത് പല ആളുകളിലേക്കും വലിയ സ്വാധീനം ചെലുത്തുന്നത് കണ്ട അവർ പറഞ്ഞു, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഖുർആൻ നിങ്ങൾ കേൾക്കരുത്, വൽഗൗ ഫീഹി, അവിടെ നിങ്ങൾ ഒച്ചയുണ്ടാക്കിക്കോ, ലഅല്ലക്കും തഗ്ലിബൂൻ, എങ്കിൽ നിങ്ങൾക്ക് വിജയം നേടാം എന്നായിരുന്നു ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞത്. സത്യത്തിൽ സഹോദരങ്ങളെ, നമ്മുടെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ നമ്മളോട് ചോദിക്കുക, നമ്മൾ ഈ കൂട്ടത്തിൽ ആരുടെ പക്ഷത്താണ്? ഖുർആൻ കേൾക്കുമ്പോൾ ഒച്ചയിട്ട് അലമുറയിട്ട് അതിൽ ശ്രദ്ധ കൊടുക്കാതെ കാത് തിരിച്ചു കളയുന്ന അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് അർഹരായ ഒരു വിഭാഗത്തിന്റെ റൂട്ടിലാണോ നമ്മളുള്ളത്? അതല്ല, ഖുർആൻ കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ അതിന്റെ ആശയം ഗ്രഹിച്ച് ഒച്ചയുണ്ടാക്കാതെ ഭക്തിയോടുകൂടി ഖുർആൻ കേൾക്കണം എന്ന് പറഞ്ഞ ആ വിഭാഗത്തിലാണോ നമ്മളുള്ളത് എന്ന് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുക. ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്, ഫായിസ് അൽ-സുബൈത്തി എന്ന് പറയുന്ന അറബ് ലോകത്ത് സൗദി അറേബ്യയിലുള്ള ഒരു ചെറുപ്പക്കാരൻ. അധികം പ്രായമൊന്നും ആയിട്ടില്ല അദ്ദേഹത്തിന് പടച്ചറബ് കണ്ണ് നൽകിയിട്ടില്ല, അഥവാ കാണുവാനുള്ള ശേഷി അയാൾക്കില്ല, കാത് കേൾക്കുവാനുള്ള കഴിവ് അയാൾക്കില്ല, അതേപോലെ തന്നെ സംസാരിക്കുവാനും അയാൾക്ക് കഴിവില്ല. എത്രമാത്രം പ്രയാസങ്ങൾ അയാൾക്കുണ്ടാകും. അയാളുടെ ചരിത്രം വായിക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് എന്നിട്ടും ഒന്നാമത്തെ സഫിലെത്താൻ അയാൾ ശ്രദ്ധിക്കാറുണ്ട്. ആ പോകുന്ന ഇടത്ത് പലപ്പോഴും ആക്സിഡന്റിൽ അദ്ദേഹം പെട്ടിട്ടുണ്ട് എന്നാണ്. ചുമരുകളിൽ ചെന്ന് ഇടിച്ച് പലതരത്തിലുള്ള മുറിവുകളുടെയും തുന്നലുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. അദ്ദേഹത്തിന്റെ ചെറിയ ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണുവാൻ സാധിക്കും. അദ്ദേഹം സ്പർശനത്തിലൂടെയാണ് ആശയവിനിമയം നടത്തുന്നത്. അത് വേറൊരാൾ പറഞ്ഞു തുറക്കുന്ന ഒരു സംഗതി. അദ്ദേഹം പറയുന്നത്, പരിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ നമ്മുടെ കൈകളിൽ ഉണ്ടായിട്ട് അതൊന്ന് തുറന്നു നോക്കുവാൻ എനിക്ക് എത്രമാത്രം കൊതിയുണ്ട് എന്നറിയുമോ? അള്ളാഹുവിന്റെ സംസാരം, പടച്ചറബിന്റെ കലാം, അതൊന്ന് കാണാൻ എനിക്ക് വല്ലാത്ത കൊതിയുണ്ട്. ആ വാക്കുകളൊന്ന് ഉച്ചരിക്കുവാൻ, എന്റെ നാവ് കൊണ്ടൊന്ന് സംസാരിക്കാൻ എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട്. അത് ആരെങ്കിലും ഓതുന്നതൊന്ന് കേൾക്കാൻ അതിലേറെ എനിക്ക് വലിയ താല്പര്യമുണ്ട്. പക്ഷേ എനിക്കതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകിയിട്ടില്ല. പക്ഷേ ഇത് നൽകിയിട്ടുള്ള നിങ്ങൾ ആ ഒരു അനുഗ്രഹത്തെ സംബന്ധിച്ച് അതിന്റെ വില നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മനസ്സ് വിങ്ങുന്ന ആ വർത്തമാനം, സഹോദരങ്ങളെ, നമ്മുടെ എല്ലാവരുടെയും മുന്നിലുള്ള വലിയ ചോദ്യമാണ്. അള്ളാഹു നമുക്ക് കണ്ണ് നൽകിയിട്ടുണ്ട്, കാത് നൽകിയിട്ടുണ്ട്, സംസാരിക്കുവാനുള്ള നാവ് നൽകിയിട്ടുണ്ട്. എത്ര കണ്ട് പരിശുദ്ധ ഖുർആനുമായി നമുക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കുമ്പോൾ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ അള്ളാഹു ദുനിയാവിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ചിന്തിക്കുവാനും ആലോചിക്കുവാനും പഠിക്കുവാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കാതുമായി ബന്ധപ്പെട്ട് ഇനിയും ഇൻഷാ അല്ലാഹ് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനുണ്ട്. പടച്ചറബ് ദീനിയായ കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ കേൾക്കുവാനും പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. സല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ,
അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് പടച്ചറബിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി ജീവിക്കുവാൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള കാതിൻ്റെ മറ്റൊരു ധർമ്മം, അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട ഒരു കാര്യം, പടച്ചറബിൻ്റെ ദീനിനെ സംബന്ധിച്ചുള്ള ഉത്ബോധനങ്ങൾ അത് കേൾക്കുക എന്നതാണ്. അതേപോലെ ഇൽമിന്റെ മജ്ലിസുകൾ, ദീൻ പറയുന്ന സദസ്സുകളുണ്ടെങ്കിൽ അവിടെ പോയിരിക്കുന്നതിന് വലിയ പുണ്യമുണ്ട്. പ്രത്യേകിച്ചൊന്നും നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇൽമിന്റെ മജ്ലിസിൽ ഹാജരായ ആളുകൾക്ക് പുണ്യമുണ്ട്. ലാ യഷ്ഖാ ജലീസുഹും, അവരൊരിക്കലും ഭാഗ്യം കെട്ടവരാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതാണ്. ആ കാര്യങ്ങളൊക്കെ ആയുസ്, ജീവൻ നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സന്ദർഭത്തിലാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. പരലോകത്ത് ചെല്ലുമ്പോൾ ചില ആളുകൾ വിലപിക്കുന്ന കാര്യം പരിശുദ്ധ ഖുർആൻ 67-ാം അധ്യായം സൂറത്തു മുൽക്കിലെ 10-ാമത്തെ വചനത്തിലൂടെ നമ്മെ കാലേക്കൂട്ടി ഉണർത്തിയിരിക്കുകയാണ്. നരകത്തിൽ പോകാൻ വിധിക്കപ്പെട്ട ആളുകൾ വിലപിച്ചു പറയുന്ന വർത്തമാനം, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ദുനിയാവിൽ വെച്ച് കേൾക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും കത്തിയാളുന്ന ഈ നരകത്തിന്റെ വക്താക്കളായി മാറുകയില്ലായിരുന്നു എന്നവർ ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോൾ കേൾക്കേണ്ട കാര്യങ്ങൾ കേട്ട് അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ അവസരങ്ങളുണ്ട് ദുനിയാവിൽ. പക്ഷെ അതിനെ നെവർ മൈൻഡ്, ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ അവഗണിച്ച് കളയുമ്പോൾ അള്ളാഹു പറയുന്ന മറ്റൊരു വചനം, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബി. അള്ളാഹുവിന്റെ വചനങ്ങൾ ഉണർത്തിക്കൊണ്ട് ഉത്ബോധനങ്ങൾ നൽകുമ്പോൾ ഫഅറള അൻഹ, അതിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട് എന്ന് അള്ളാഹ് ചോദിച്ചത്. 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിലും 32-ാം അധ്യായം സൂറത്ത് സജദയിലും ഒരുപോലെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേതിൽ ഫഅറള അൻഹ എന്നാണെങ്കിൽ സുമ്മ അറള അൻഹ എന്നാണ് സൂറത്ത് സജദയിൽ ഉള്ളത്. ചെറിയൊരു വാക്കിലുള്ള വ്യത്യാസമല്ലാതെ അതേപോലെ തന്നെ പറഞ്ഞു തരികയാണ്. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ദീൻ പറയുന്ന സദസ്സിൽ നമ്മൾ ഇരുന്നാൽ, അവിടെ നമ്മൾ അതിന് കാതുകൊടുത്താൽ, പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ, അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ആ സദസ്സിലുണ്ടാവും. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മാത്രമല്ല, വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അള്ളാഹു നമ്മളെ സംബന്ധിച്ച് അവന്റെ മലക്കുകളുടെ സാന്നിധ്യത്തിൽ ഉന്നതമായ സദസ്സിൽ നമ്മളെ പേരെടുത്ത് പ്രശംസിച്ച പടച്ചറബ് പറയും, അത്രമാത്രം പുണ്യമുള്ള സദസ്സാണ്. അതുകൊണ്ട് ഏറ്റവും വലിയ അക്രമിയായി പടച്ചറബ് പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങളെയും ദീനിനെയും സംബന്ധിച്ച് വില കൽപ്പിക്കാതെ അവഗണിച്ച് അതിൽ നിന്ന് ചെവിതിരിക്കുന്ന, കണ്ണുതിരിക്കുന്ന ആളുകൾ, അവർ തിന്മയുടെ വക്താക്കളായി മാറുകയാണ്. വിശിഷ്യ നമ്മൾ ശ്രദ്ധിക്കണം, വെള്ളിയാഴ്ച ജുമുഅ ദിവസത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാ. വെള്ളിയാഴ്ച ദിവസം ജുമുഅ നമസ്കാരത്തിന് വേണ്ടി നിങ്ങളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമസ്കാരത്തിലേക്ക് നിങ്ങൾ വന്ന് നമസ്കാരം കഴിഞ്ഞു പോകണമെന്നല്ല ഖുർആൻ പറഞ്ഞത്. ഫസ്ഔ ഇലാ ദിക്രില്ലാ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഉത്ബോധനത്തിലേക്ക്. പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചു, ഫഹിയ മൗഇളത്തുൽ ഇമാം, ഇമാമിന്റെ ഉപദേശം. അതേപോലെ തന്നെ അൽ ഖുതുബ വൽ മവാഇദ്, വെള്ളിയാഴ്ച നടക്കുന്ന ഖുതുബ ആ നമസ്കാരത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ 4 റക്അത്ത് ളുഹ്ർ നമസ്കരിക്കുന്ന ആളുകൾ വെള്ളിയാഴ്ച ഒരു ഡിസ്കൗണ്ട് കിട്ടി 2 റക്അത്ത് നമസ്കരിച്ച് പോയി കഴിഞ്ഞാൽ അവനും ആളുകളുടെ കൂട്ടത്തിൽ മാപ്പിളയാണ്. മുസ്ലിം ഉമ്മത്തിൽ കാനേശുമാരി ഒരു മുസ്ലിമാണ്. പക്ഷെ പടച്ചറബിന്റെ ദീനിൽ ഒട്ടേറെ നന്മകൾ, പുണ്യങ്ങൾ അവർ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഗൗരവത്തോടുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. അതുകൊണ്ട് വെള്ളിയാഴ്ച കുളിച്ച് നേരത്തെ പള്ളിയെ ലക്ഷ്യമാക്കി വന്ന് അവിടെ വന്ന് ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ദുആയിരുന്ന് സമയം കഴിച്ചാൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. അതേപോലെ സഹോദരങ്ങളെ, കാതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ബാങ്ക് കേട്ടാൽ അതിന് ഇജാബത്ത് കൊടുക്കുക എന്നത്, മറുപടി പറയുക എന്നത്. പലപ്പോഴും സോഷ്യൽ മീഡിയയുടെ, ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളമായപ്പോൾ നമ്മളിൽ നിന്ന് അന്യം നിന്ന് പോയ, നഷ്ടപ്പെട്ടു പോകുന്ന പുണ്യങ്ങളും നന്മകളുമാണ് അതൊക്കെ. ഇന്നെല്ലാവരുടെയും കയ്യിൽ ഒന്നിലേറെ മൊബൈൽ ഫോണുകളാണ്. അപ്പൊ അതിലൊന്ന് നോക്കി ഇതിലേക്കൊന്ന് തിരിഞ്ഞ്
നമ്മൾ സമയം കളയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്താ? ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് കൊടുക്കുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫഖൂലു മിസ്ല മാ യഖൂൽ, അയാൾ പറയുന്നത് പോലെ നിങ്ങൾ പറയണം. അല്ലാഹു അക്ബർ എന്ന് അയാൾ പറയുമ്പോൾ നിങ്ങളും അല്ലാഹു അക്ബർ എന്ന് പറയണം. അതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുകയാണ്. അല്ലാഹുവാണ് വലിയവൻ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ഏറ്റുപറയുകയാണ്. ഹയ്യ അല സ്വലാ ഹയ്യ അലൽ ഫലാ എന്ന് പറയുമ്പോൾ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, പടച്ചറബിനെ കൊണ്ടല്ലാതെ യാതൊരു കഴിവും ശക്തിയുമില്ല എന്ന് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്ത് ഏറ്റുപറയുന്നു. ഇങ്ങനെ അതിനോടൊപ്പം നമ്മൾ സഞ്ചരിച്ചാൽ, എന്നിട്ട് ആ ബാങ്ക് കഴിയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയുന്നു. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. അതിന്റെ വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന ആരെങ്കിലും ചൊല്ലിയാൽ, ദുആ ചെയ്താൽ എത്രമാത്രം നേട്ടങ്ങളുണ്ട് എന്നറിയോ? ഒരു സ്വലാത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പറയുമ്പോൾ സല്ലല്ലാഹു അലൈഹി ബിഹാ അശറ, പടച്ചറബ് 10 നന്മകൾ നമുക്ക് നൽകുമെന്ന്. അള്ളാഹുവിന്റെ സ്വലാത്തിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, സലഫുകൾ തന്നെ വിശദീകരിച്ചത്, അള്ളാഹു നമ്മളെ സംബന്ധിച്ച് അവന്റെ മലായിക്കത്തുകളോട്, ഉന്നതരായ സമീപസ്ഥരായ സൃഷ്ടികളോട് പടച്ചറബ് അഭിമാനത്തോടു കൂടി പറയുമെന്ന്. സാധുക്കളായ നിസ്സാരരായ നമ്മളെ പടച്ചറബ് പുകഴ്ത്തി പറയും ഒരു സലാത്ത് പറയുമ്പോൾ 10 തവണ. അതേപോലെ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് ഹല്ലത്ത് ലഹു ശഫാഅ, ആ ദുആ കൂടി നമ്മൾ ചൊല്ലുമ്പോൾ പരലോകത്ത് പ്രവാചകന്റെ ശഫാഅത്ത് നമുക്ക് കിട്ടും എന്നൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളിൽ അധിക പേരും ബാങ്ക് ഇങ്ങനെ കേൾക്കുന്നുണ്ടാകും, സ്വറ പറഞ്ഞിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ട് ഇരിക്കുകയായിരിക്കും. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിഅമത്തുകൾ ദുരന്തങ്ങളായി മാറുന്ന അവസ്ഥ വലിയ പരീക്ഷണമാണ് സഹോദരങ്ങളെ. അതേപോലെ ബാങ്കിന് ഇജാബത്ത് കൊടുക്കണം എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് സംശയമുണ്ടാകും, എന്നാൽ ഇഖാമത്തിന് അങ്ങനെ ഇജാബത്ത് കൊടുക്കേണ്ടതുണ്ടോ? പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയമാണ്. ബാങ്ക് പോലെ തന്നെ ഇഖാമത്തിനും ഇജാബത്ത് പറയണം, ഏറ്റു പറയണം. അതേപോലെ അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്ന ദുആയും വേണം എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു. അവരതിനെ തെളിവായി ന്യായമായി പറയാറുള്ളത്, ഇഖാമത്തിനും അദാന് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാങ്ക് എന്ന പദത്തിന് അറബിൽ പറയുന്നതാണ് അദാൻ. ഇഖാമത്തിനെയും ചേർത്ത് അദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബൈനൽ അദാനൈനി സ്വലാത്ത്, ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിൽ സുന്നത്ത് നമസ്കാരമുണ്ട്, നിങ്ങൾ നമസ്കരിക്കണം എന്ന് പഠിപ്പിക്കുന്ന അതേപോലെയുള്ള കാര്യങ്ങളിൽ അദാനൈനി, 2 അദാനുകൾ എന്ന് പറഞ്ഞു. ഏതിനെ സംബന്ധിച്ച്? ഒന്ന് ബാങ്കും ഒന്ന് ഇഖാമത്തുമാണ്. ലിഅന്നഹാ അദാനുൻ സാനി, അതാണ് പണ്ഡിതന്മാർ പറഞ്ഞ ന്യായം. അതായത് ഇഖാമത്ത് 2ാം ബാങ്കാണ്. ഫതുജാബു കമാ യുജാബുൽ അദാൻ അൽ അവൽ, 1ാമത്തെ ബാങ്കിന് നമ്മൾ ഇജാബത്ത് ചെയ്തതുപോലെ 2ാമത്തെ ബാങ്ക് എന്നറിയപ്പെടുന്ന ഇഖാമത്തിനും ഇജാബത്ത് ചെയ്യണം എന്ന് ആര് പറഞ്ഞു? ഒരു വിഭാഗം പണ്ഡിതന്മാർ അവരുടെ അഭിപ്രായങ്ങളും ന്യായങ്ങളുമായി രേഖപ്പെടുത്തി. 2ാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ഇല്ല, ഇഖാമത്തിന് അങ്ങനെ ഇജാബത്ത് പറയേണ്ടതില്ല, ബാങ്കിന് മാത്രമേ ഇജാബത്തുള്ളൂ, ഇഖാമത്തിന് അത് ബാധകമില്ല. അത്തർദീദു സുമ്മ സ്വലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വദ്ദുആ, കേട്ടതുപോലെ ആവർത്തിക്കലും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് പറയലും അതിനുശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവ എന്നുള്ള ദുആ പറയലും ഖാസും ബിൽ അദാൻ, അത് ബാങ്കിന് മാത്രമുള്ളതാണ്, പ്രത്യേകമായതാണ്. വലാ യുസ്തഹബ്ബു ദാലിക ഫിൽ ഇഖാമ, ഇഖാമത്തിൽ അത് പ്രത്യേകം പുണ്യമുള്ള കാര്യമല്ല എന്ന് അവർ വിശദീകരിക്കുന്നു. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, 2ാമത് പറഞ്ഞ വിഭാഗത്തിന്റെ അടുക്കലാണ് തെളിവുകളുടെ പിൻബലം കൂടുതലുള്ളത്. സ്വഹീഹായി വന്ന ഹദീസുകളിലൊന്നും ഇഖാമത്തിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയണം, ഇഖാമത്ത് കൊടുക്കുന്ന ആള് പറയുന്നത് പോലെ പറയണം, അതിനുശേഷം ഇങ്ങനെ ദുആ ചെയ്യണമെന്ന് സ്വഹീഹായ ഹദീസുകളിലൊന്നും വന്നിട്ടില്ല. മാത്രമല്ല ഇബാദത്തുകൾ തൗഖീഫിയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് അവിടെ നിൽക്കണം. നമ്മൾ ഖിയാസ് തുലനം ചെയ്ത് അവിടെ അങ്ങനെ ആയതുകൊണ്ട് ഇവിടെയും അങ്ങനെയാകണം എന്ന് നമ്മുടെ സ്വന്തം വക ആഡിങ്ങുകളൊന്നും എന്തിലില്ല, ഇബാദത്തിന്റെ വിഷയത്തിൽ പാടുള്ളതല്ല എന്നാണ്. അദാൻ, ഇനി ന്യായം പറഞ്ഞത് എന്താ? അദാൻ എന്ന് ഇഖാമത്തിനും പറഞ്ഞിട്ടില്ല, അപ്പോൾ വ്യാപകമായ അർത്ഥത്തിൽ അതിനെ പരിഗണിക്കുക എന്നല്ലേ. പക്ഷേ ഈ വിഭാഗം പണ്ഡിതന്മാർ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഇൽമിയായ ഒരു പോയിന്റ്, അൽ അദാൻ എന്ന് തനിച്ചു പറയുമ്പോൾ ബാങ്ക് മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ.
ബാങ്കിനെയും ഇഖാമത്തിനെയും കൂടി ഒറ്റപ്പദത്തിൽ പറഞ്ഞാൽ അത് ഒരു ഭാഷാ പ്രയോഗമാണ്. എങ്ങനെ പറയാറുണ്ട്? അൽ അബവാൻ, രണ്ട് ഉപ്പമാരെന്നല്ല. അബുൻ എന്ന് പറഞ്ഞാൽ വാപ്പ എന്നാണ് അർത്ഥം. അബവാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അറബി ഭാഷ അറിയുന്നവർക്കൊക്കെ അറിയാം. മാതാവും പിതാവും, മാതാപിതാക്കൾ എന്നുള്ള അർത്ഥത്തിലാണ് അബവാൻ അല്ലെങ്കിൽ അൽ വാലിദാൻ എന്ന് പറയുമ്പോൾ. അതേപോലെ അൽ ഖമറാൻ എന്ന് പറയും, രണ്ട് ചന്ദ്രന്മാർ എന്നല്ല അതിന്റെ അർത്ഥം, സൂര്യനും ചന്ദ്രനും എന്നാണ്. എന്നാൽ ഖമർ എന്ന് മാത്രം പറഞ്ഞാൽ ചന്ദ്രനാണ്, ഷംസ് എന്ന് മാത്രം പറഞ്ഞാൽ സൂര്യനാണ്. ഇങ്ങനെ അറബി ഭാഷയിൽ തത്തുല്യമായ കുറെ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ഹാദ തഗ്ലീബു യകൂനു ഇദാ ജുമിഅ ലഫ്ളാനി ഫീ ലഫ്ളിൻ വാഹിദ്, രണ്ട് അർത്ഥം കൂടി രണ്ട് പദങ്ങളെയും ഒന്നിൽ മാത്രം പ്രയോഗിച്ചുകൊണ്ട് ആശയം പറയുമ്പോഴാണ് എന്ത് വരുള്ളൂ? ഈ പറഞ്ഞ രണ്ടിനെയും അവിടെ പരിഗണിക്കണം എന്ന് പറയുള്ളൂ. അൽ അദാനൈനി എന്ന് പറയുമ്പോൾ രണ്ട് ബാങ്ക് എന്നല്ല, ഒരു ബാങ്കും ഒരു ഇഖാമത്തും. അൽ അബവാനി എന്ന് പറയുമ്പോൾ രണ്ട് ഉപ്പമാരെന്നല്ല, ഒരു ഉപ്പയും ഒരു ഉമ്മയും, മാതാപിതാക്കൾ എന്നാണ് അതിന്റെ അർത്ഥം. ബാങ്കിനെ മാത്രം പറയുമ്പോൾ അദാൻ, ഇഖാമത്തിന് മാത്രം പറയുമ്പോൾ ഇഖാമത്ത്. അതുകൊണ്ട് സ്വഹീഹായി വന്ന ഹദീസുകളിലൊക്കെ അദാൻ എന്ന് തനിച്ചു പറയുമ്പോൾ അവിടെയുള്ള ഉദ്ദേശം ഇദാ അദ്ദനൽ മുഅദ്ദിനു അല്ലെങ്കിൽ ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന യുഅദ്ദിൻ ഫഖൂലു മിസ്ല മാ യഖൂൽ, ബാങ്ക് കൊടുക്കുന്ന ആള് പറയുന്നത് നിങ്ങൾ കേട്ടാൽ അതുപോലെ നിങ്ങളും പറയണമെന്ന് പറഞ്ഞാൽ അത് ബാങ്കിന്റെ മാത്രം പ്രത്യേകതയാണ് എന്ന്. അതുകൊണ്ട് ആ വിഷയത്തിൽ ഈ പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായമാണ്. ഇഖാമത്തിന് പ്രത്യേകിച്ച് നമ്മൾ ദിക്ർ പറയാതെ, എന്നാൽ ചില ആളുകൾ ഇഖാമത്തിന്റെ ശ്വാസം നിലക്കുമ്പോഴേക്ക് ചില ഇമാമുകൾ, വടക്കേന്ത്യൻ സുഹൃത്തുക്കളായിട്ടുള്ള ഇമാമുകളിലാണ് നമ്മൾ കൂടുതൽ അത് കാണാറുള്ളത്. അവർ ബാങ്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ ഇഖാമത്ത് കൊടുത്ത ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ശ്വാസം വിടുന്നതിനേക്ക് മുമ്പ് അവർ കൈകെട്ടുന്ന രീതി, അതും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ഒക്കെ ഇമാമ് നിൽക്കുന്ന അവസരത്തിൽ പിന്നിലുള്ള ആളുകളോട് കൊടുക്കേണ്ടത് നിർദ്ദേശങ്ങൾ, സ്വപ്പ് ശരിയാക്കണം, നേരെ നിൽക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ച് ഒക്കെയാണത് ചെയ്യാറുള്ളത്. അപ്പോ ഇഖാമത്തിന്റെ വിഷയത്തിൽ പ്രത്യേകമായി നമ്മൾ ദിക്റും ദുആയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. ബാങ്കിന്റെ വിഷയത്തിലാണ് ആ പറഞ്ഞ കാര്യം നമ്മൾക്ക് ഏറ്റുപറയേണ്ടതും അതേപോലെ അതിനുശേഷമുള്ള ദുആയും ഒക്കെയുള്ളത്. മറ്റേത് പണ്ഡിതന്മാരുടെ ഇടയിലുള്ള ഒരു ഗവേഷണ വിഷയത്തിലെ ന്യായവും അവരുടെ വാക്കുകളും മാത്രമേ നമുക്കതിൽ കാണുവാൻ സാധിക്കുന്നുള്ളൂ. വല്ലാഹു തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ സംബന്ധിച്ച് കൂടുതൽ സൂക്ഷ്മമായി പഠിക്കുവാനും അത് പിൻപറ്റുവാനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله على نبينا محمد وعلى آله وأصحابه وسلم والحمد لله رب العالمين.